കുറഞ്ഞ ശമ്പളത്തിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നവരെയാണ് വാടക വർധന ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഷെയറിംഗ് വ്യവസ്ഥയിൽ താമസിക്കുന്നവർക്ക് പോലും മാസശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം വാടക ഇനത്തിൽ ചിലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ശമ്പളത്തിന്റെ 60% മുകളിൽ ഇവിടെ തന്നെ വാടകയ്ക്കായി ചിലവാക്കേണ്ട ദുരിതാവസ്ഥയിലാണ് പ്രവാസികൾ, എസ്പെഷ്യലി ഫാമിലിയുമായി താമസിക്കുന്നവർ. മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന അബ്ബാസിയ പ്രദേശത്ത് 2 മുറി ഫ്ളാറ്റിന് ശരാശരി 200 ദിനാർ വരെയാണ് വാടക. സാൽമിയയിലെത്തുമ്പോൾ ഇത് 250 മുതൽ 300 ദിനാർ വരെ ആയി മാറുന്നു. Most probably because of the new buildings which are coming up, the flat rents would be coming down. But it's like every day, we are having the flat rates going up. Currently in Salmiya, I think it's one of the highest rates for flats out here. പഴയ കെട്ടിടങ്ങളുടെ പകുതി പോലും വിസ്താരമില്ലാത്ത ഫ്ളാറ്റുകൾക്കാണ് ഇരട്ടിയിലധികം വാടക നൽകേണ്ടി വരുന്നത്. ഒരു സിംഗിൾ ബെഡ്റൂം കിച്ചൺ അടങ്ങിയ ഒരു ഫ്ലാറ്റിന് ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ 185 പിന്നെ 5 ഹാരിസിന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാരിസിന് അച്ചാരം കൊടുക്കുക എന്നുള്ളത് അത് വലിയൊരു ഹരാസ്മെന്റ് ആണ് ശരിക്കും. സ്വദേശികൾക്ക് സർക്കാർ കൂടുതൽ പ്രദേശങ്ങളിൽ വീടുകൾ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയാൽ വാടക വർധനയ്ക്ക് തടയിടാനാകുമെന്ന് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പറയുന്നു. അതേസമയം കമ്പനികൾ തമ്മിലുള്ള കിടമത്സരവും വാടക ഉയരുന്നതിന് കാരണമായി പറയപ്പെടുന്നുണ്ട്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്.